പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അന്ന് പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീല ഒരുമയുടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകെ അടച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സുലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സുലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സുലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സുഖസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥിതനാം താതാ നിൻ സ്തുതിതൻ നിസ്തുല മഹിമാവാൻ ഭൂസ്വർഗ്ഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. വാനവ മാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പു സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ, നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗ്ഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യമാഹാരം ഞങ്ങൾക്കിന്നരുളിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം, പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് ശുശ്രൂഷയുടെ മാതൃക കാണിക്കുകയും പരിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് സ്വന്തം ശരീരരക്തങ്ങൾ ഭക്ഷണപാനീയങ്ങളായി നൽകുകയും ചെയ്ത നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സ്നേഹത്തിന്റെ കൂദാശ നീ സ്ഥാപിച്ചു നൽകിയ ഈ ദിവ്യരഹസ്യങ്ങൾ നിർമ്മല മനസ്സാക്ഷിയോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടി അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാ എന്നേക്കും ആമേൻ. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട്, ലഭിച്ച എല്ലാ ദൈവാനുഗ്രഹം നന്ദി പറഞ്ഞുകൊണ്ട്, കർത്താവ് നല്ലവനാണ് നമ്മുടെ നാവ് കൊണ്ട് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. മഹോന്നതനായ ദൈവത്തെ പ്രകീർത്തിക്കുവിൻ, അവന്റെ കാരുണ്യം അനന്തമാണ്. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. നാഥന്മാരുടെ നാഥനെ പ്രകീർത്തിക്കുവിൻ, അവന്റെ കാരുണ്യം അനന്തമാണ്. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. ഈജിപ്തിലെ കടിഞ്ഞൂൽത്തനരെ സംഹരിച്ചവനെ പ്രകീർത്തിക്കുവിൻ. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. അവരുടെ നിസ്സഹായ ജനത്തെ മോചിപ്പിച്ചവനെ പ്രകീർത്തിക്കുവിൻ. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. ഫറവോയെയും സൈന്യത്തെയും കടലിൽ താഴ്ത്തിയവനെ പ്രകീർത്തിക്കുവിൻ. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. ശക്തരായ രാജാക്കന്മാരെ നിഹനിച്ചവരെ പ്രകീർത്തിക്കുവിൻ. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. അവരുടെ ദേശം അവകാശമായ ജനത്തിനേകിയവനെ പ്രകീർത്തിക്കുവിൻ. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. വൈരികളിൽ നിന്ന് രക്ഷിച്ചവനെ പ്രകീർത്തിക്കുവിൻ. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ തിരുനാമത്തെ പ്രതി ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുകയും ചെയ്യണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാ എന്നേക്കും ആമേൻ. സർവാധിപരാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമ രക്ഷയുമേകുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനാദ്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനം കൃതജ്ഞതയും ആരാധന നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ.
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സമ്പന്നനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഹനും ബലവാനമർത്തനുമായ കർത്താവ്, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാ എന്നേക്കും. ആമേൻ. സഹോദരരെ, മലാക്കിയുടെ പുസ്തകത്തിലുള്ള വായന 1-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ കർത്താവ് ആശീർവദിക്കണമേ. സിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എൻ്റെ ബലിപീഠത്തിൽ വ്യർത്ഥമായി തീ കത്തിക്കാതിരിക്കാൻ നിങ്ങളിൽ ആരെങ്കിലും വാതിലടച്ചിരുന്നെങ്കിൽ നിങ്ങളിൽ എനിക്ക് പ്രീതിയില്ല. നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഞാൻ ഒരു കാഴ്ചയും സ്വീകരിക്കുകയില്ല. സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ എൻ്റെ നാമം ജനതകളുടെ ഇടയിൽ മഹത്വപൂർണ്ണമാണ്. എല്ലായിടത്തും എൻ്റെ നാമത്തിന് ധൂപവും ശുദ്ധമായ കാഴ്ചയും അർപ്പിക്കപ്പെടുന്നു. എന്തെന്നാൽ ജനതകളുടെ ഇടയിൽ എൻ്റെ നാമം ഉന്നതമാണ്. സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു. കർത്താവിൻ്റെ ബലിപീഠത്തെ നിന്ദിക്കാം, നിന്ദനമായ ഭോജനം അതിലർപ്പിക്കാം എന്ന് കരുതുമ്പോൾ നിങ്ങളിൽ അതിനെ മലിനമാക്കുന്നു. സൈന്യങ്ങളെ കർത്താവ് അരുൾ ചെയ്യുന്നു. ഞങ്ങൾ മടുത്തു എന്ന് പറഞ്ഞ് നിങ്ങൾ എനിക്കെതിരെ ചീറുന്നു. അക്രമം കൊണ്ട് പിടിച്ചെടുത്തതിനെയും മുടന്തുള്ളതിനെയും രോഗം ബാധിച്ചതിനെയും നിങ്ങൾ കാഴ്ചയായി അർപ്പിക്കുന്നു. നിങ്ങളുടെ കൈകളിൽ നിന്ന് ഞാൻ അത് സ്വീകരിക്കണമോ? കർത്താവ് ചോദിച്ചു. തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ മുട്ടാടുണ്ടായിരിക്കുകയും അതിനെ നേരുകയും ചെയ്തിട്ട് ഊനമുള്ളതിനെ കർത്താവിനെ ബലിയർപ്പിക്കുന്ന വഞ്ചകന് ശാപം. സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു. ഞാൻ ഉന്നതനായ രാജാവാണ്. ജനതകൾ എൻ്റെ നാമം ഭയപ്പെടുന്നു. ദൈവമായ കർത്താവിന് സ്തുതി. സഹോദരരെ, പൗലോസ്ലിഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 11 23 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ പരമേൽച്ചതുമായ കാര്യം ഇതാണ്. കർത്താവായ യേശു താൻ ഒറ്റയ്ക്കെടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിനു ശേഷം അത് മുറിച്ചുകൊണ്ട് അരുൾ ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവീൻ. അപ്രകാരം തന്നെ അത്താഴത്തിനു ശേഷം പാനപാത്രം എടുത്ത് അരുൾ ചെയ്തു, ഇതെൻ്റെ രക്തത്തിനുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയുടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ. പാടാമൊന്നായി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാടാമൊന്നായി ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിഷ്യന്മാരുടെ പാദം കഴുകി സ്നേഹത്തിൻ പുതുമാതൃക നൽകി തൻ്റെ ശരീരം നൽകി നമുക്കായി നവൊരു ജീവൻ നമ്മിൽ പുലരാൻ മാതൃകയേവം കൈക്കൊണ്ടിടാൻ വചനം നമ്മെ മാറി വിളിച്ചു. ഹല്ലേലൂയ. പാടാമൊന്നായി ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന് ഏറ്റവും വിശുദ്ധമായ ഒരു തിരുക്കർമ്മങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇത്
വെറുതെ നടക്കുന്ന ഒരു നാടകമായിട്ട് മാറാതിരിക്കുക, ജീവിതമായിട്ട് മാറണമെന്നുള്ളതാണ്. ഒരു പെസഹ വേഴം ആഘോഷമായിട്ടുള്ള തിരുക്കർമ്മങ്ങൾ നടക്കുകയാണ്. ആ കാലുകഴികൾ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് അവിടെ ജീവിതത്തിൽ നീണ്ട വർഷങ്ങൾ തൻ്റെ സഹോദരനോട് ക്ഷമിക്കാത്ത ഒരു മകനുണ്ടായിരുന്നു. ആ മകൻ ഇങ്ങനെ ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന സമയത്ത് ഒരു ഉൾവിളി അവൻ്റെ ഉള്ളിലേ നടക്കുക. ഉൾവിളി ഇത്ര മാത്രമേ ഉള്ളൂ: യേശു തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവൻ്റെ കാല് കഴുകിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് എൻ്റെ ജ്യേഷ്ഠനോട് ഒന്ന് മാപ്പ് പറഞ്ഞുകൂടാ എന്നൊരു ചിന്ത മനസ്സിലിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. കുറേ തവണ അത് മാറ്റാൻ നോക്കി, വീണ്ടും ദേഷ്യം വരുത്തി നോക്കി. അപ്പോഴൊക്കെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് ഈ വിശുദ്ധമായ കുദാശ നടക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മുടെ ഉള്ളിലും ഇങ്ങനെ വിശുദ്ധമായ ഉൾവിളികൾ നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആരോടെങ്കിലൊക്കെ ക്ഷമിക്കാനുണ്ടെങ്കിൽ, ആരോടെങ്കിലൊക്കെ പൊറുക്കാനുണ്ടെങ്കിൽ, ഈ മോനെ പൊറുക്ക്. സ്നേഹത്തിൻ്റെ ആഘോഷ ഈ നിമിഷം. അപ്പോൾ ഈ സഹോദരൻ ചിന്തിക്കുക, മനസ്സില്ലാ മനസ്സോടെ അതിങ്ങനെ ചെയ്യണം 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 എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കുർബാന കഴിഞ്ഞ് നേരെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ പോവുകയാണ്. ജ്യേഷ്ഠൻ്റെ വീട്ടിൽ പോയി മുട്ടുകൂത്തി നിന്ന് ആ കാൽക്കൽ വീണ് കണ്ണുനീരോടെ പറഞ്ഞു മാപ്പ് തരണം. ജ്യേഷ്ഠനാണെങ്കിൽ ഇതുപോലെ തന്നെ മനസ്സിൽ ഇങ്ങനെ വിഷമിച്ച് നടക്കുക. എങ്ങനെ ആരാണ് ആദ്യം വരിക എന്നുള്ള ചിന്തയായിട്ട് നടക്കുക. അങ്ങനെ ഒരു പെസഹ വേഴത്തിന് സ്നേഹത്തിൻ്റെ ഒരു വേഴമായിട്ട് മാറ്റാൻ സാധിച്ചു. ഇന്ന് ഈ തിരുക്കർമ്മങ്ങളിലൂടെ നടക്കുമ്പോൾ നമ്മൾ ഓർക്കുക, എൻ്റെ ജീവിതത്തിലും ഇതുപോലെ ഏതെങ്കിലും ബന്ധനങ്ങൾ, ഏതെങ്കിലും തടസ്സങ്ങളായിട്ടാണ് ഞാനിവിടെ ബലിയർപ്പിക്കുന്നതെങ്കിൽ അത് ഇല്ലാതാകുമ്പോഴാണ് എൻ്റെ ഈ വിശുദ്ധമായ ദിവസം അനുഗ്രഹീതമായിട്ട് മാറൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ആരോടെങ്കിലും എനിക്ക് ക്ഷമിക്കാനുണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യാം. ആരോടെങ്കിലും എനിക്ക് പൊറുക്കാനുണ്ടോ എന്ന് ആത്മശോധന ചെയ്ത് വേണം നിൽക്കാൻ. എവിടെയെങ്കിലും എനിക്ക് തടസ്സങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഓർക്കണം, ആ വ്യക്തികളോട് അത്രയധികം എനിക്ക് ദേഷ്യം ഉണ്ടാകും, അല്ലെങ്കിൽ അത്രയധികം പൊറുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എനിക്ക് ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ ഇന്ന് യേശു ചെയ്തില്ലേ? യുദാസിന്റെ കാല് കഴുകി, പത്രോസിന്റെ കാല് കഴുകി, ശിഷ്യ സമൂഹത്തിന്റെ കാല് കഴുകി, തൻ്റെ കൂടെ നിൽക്കില്ല എന്ന് ചിന്തിച്ച എല്ലാവരുടെയും കാൽപാദങ്ങൾ അവൻ കഴുകിയെങ്കിൽ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ? വെറുപ്പിന്റെ ഹൃദയവുമായിട്ട് ഇറങ്ങിപ്പോയാൽ ഇന്നത്തെ ഈ ദിവികാരൻ്റെ തിരുനാൾ അനുഗ്രഹമായിട്ട് മാറില്ല. സ്നേഹത്തിൻ്റെ കൂദാശയായിട്ട് നീ മാറണം. അതാണ് ഇന്നത്തെ നമ്മുടെ സന്ദേശം. നീ ഇവിടെ ചെയ്യുന്ന ഈ തിരുക്കർമ്മം നിന്റെ ജീവിതത്തിലും ഒരു സ്നേഹത്തിൻ്റെ തിരുക്രമമായിട്ട് ചെയ്യാൻ നിനക്ക് സാധിക്കട്ടെ. മുറിവുകൾ നൽകാൻ ആർക്കും കഴിയും, എന്നാൽ മുറിവുകൾ ഉണക്കാൻ സ്നേഹമുള്ളവർക്ക് കഴിയുകയുള്ളൂ. മുറിവുകൾ നൽകാൻ ആർക്കും കഴിയും, എന്നാൽ മുറിവുകൾ ഉണക്കാൻ സ്നേഹമുള്ളവരൊക്കെ കഴിയും. എൻ്റെ ഉള്ളിൽ സ്നേഹം നിറഞ്ഞിട്ടുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാം. മുറിവുണക്കാം. എൻ്റെ ഭാര്യയുടെ ആകാം, മക്കളുടേതാകാം, അയൽവക്കക്കാരൻ്റെ ആകാം, കൂടപ്പിറപ്പുകളുടെ ആകാം, അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ദേവാലയത്തിലെ ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാരാകാം. ഏതെങ്കിലും മുറിവ് ഞാൻ ഉണക്കാനുണ്ടെങ്കിൽ നല്ല സമരിയക്കാരനെ പോലെ അവനെയും കയറ്റി ഒരു യാത്ര ആരംഭിക്കണം. ഇന്ന് തീർക്കണം. ആ മുറിവുകൾ ഉണക്കാൻ എനിക്ക് പറ്റട്ടെ എന്നുള്ളതാണ്. അവസാനമായിട്ട് സ്നേഹിക്കാൻ പഠിക്കുക എന്നത് ജീവിതത്തിൻ്റെ പാഠമാണ്. എന്നാൽ ക്ഷമിക്കാൻ പഠിക്കുന്നത് എന്നത് ദൈവത്തെ പോലെയാകുന്നവന് മാത്രമേ സാധിക്കൂ. സ്നേഹിക്കാൻ പഠിക്കുക അത് നമുക്ക് വേണ്ടതിനെ, അതാർക്കും പറ്റും. എന്നാൽ ക്ഷമിക്കാൻ പഠിക്കുക, ഈ കൂദാശ ക്ഷമിക്കാൻ പഠിക്കുന്ന ദിവസമായിട്ട് മാറട്ടെ. അപ്പോൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ആരോടെങ്കിലുമൊക്കെ എനിക്ക് ക്ഷമിക്കാനുണ്ടെങ്കിൽ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച് ഇന്ന് ബലിയർപ്പിക്കാം. ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് യേശു പറഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അത്താഴ സമയത്ത് പിശാച് ശിമയോനുപുത്രനായ യൂദാസ് കറിയാത്തയുടെ മനസ്സിൽ യേശുവിനെ എറ്റിക്കൊടുക്കാൻ തോന്നിച്ചു. പിതാവ് സകലതും തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്നും യേശു പറഞ്ഞു. അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തുവാലയെടുത്ത് അരയിൽ കെട്ടി. അനന്തരം ആ ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരുന്ന് തുവാല കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി. അവൻ ശിമിയോൻ പത്രോസിന്റെ അടുത്തെത്തി. പത്രോസ് അവനോട് ചോദിച്ചു, കർത്താവേ, നീ എൻ്റെ കാൽ കഴുകിയോ? യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്നതെന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, എന്നാൽ പിന്നീട് അറിയും. പത്രോസ് പറഞ്ഞു, നീ ഒരിക്കലും എൻ്റെ പാദം കഴുകരുത്. യേശു പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല.
ശിമിയോൻ പത്രോസ് പറഞ്ഞു, കർത്താവേ, എങ്കിൽ എൻ്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസ്സും കൂടി കഴുകണമേ. യേശു പ്രതിവദിച്ചു, കുളി കഴിഞ്ഞവൻ്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ. അവൻ മുഴുവൻ ശുദ്ധിയായിരിക്കും. നിങ്ങളും ശുദ്ധിയുള്ളവരാണ്, എന്നാൽ എല്ലാവരുമല്ല. തന്നെ ഒറ്റുകൊടുക്കാൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് അവൻ പറഞ്ഞത്. അവരുടെ പാദങ്ങൾ കഴുകിയ ശേഷം അവൻ മേലങ്കി ധരിച്ച് സ്വസ്ഥാനത്തിരുന്ന് അവരോട് പറഞ്ഞു, ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്നുവോ? നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. അത് ശരി തന്നെ, ഞാൻ ഗുരുവും കർത്താവുമാണ്. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെന്റെ ശരീരമാണ്. അനന്തരം പാനപാത്രം എടുത്ത് സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് നവമായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല. സ്തോത്രഗീതം ആലപിച്ച ശേഷം അവർ ഒലിവുമലയിലേക്ക് പോയി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ശാന്തമായിട്ടിരിക്കാം, പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. കാൽകഴുകൽ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ അനുഗ്രഹീതമായ നിമിഷത്തിലൂടെ കടന്നു പോവുകയാണ്. മനസ്സുരുകി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ നിമിഷം നിങ്ങളുടെ നിയോഗങ്ങൾ ദൈവത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതിന് ഏറ്റവും സന്തോഷമുള്ള സുദിനമാണ്. കാരണം മാലാഖമാരുടെ കാൽപാദങ്ങളാണ് ഈ നിമിഷം കഴിയുക. ലോകത്തിലേക്ക് നിഷ്കളങ്കരായ കുഞ്ഞുമക്കളുടെ കാൽപാദങ്ങളെ അവര് ഒരു പാപവും ചെയ്തിട്ടില്ല. ദൈവത്തിൻ്റെ കുഞ്ഞുമക്കളുടെ കാൽപാദങ്ങൾ ഈ നിമിഷം കഴുകുക. ഈ നിമിഷം അവരുടെ ഒപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ മുഖത്തുള്ള പുഞ്ചിരി, അവരുടെ മുഖത്തുള്ള ചൈതന്യം അത് ദൈവം നൽകിയതാണ്. അവരോട് ചേർന്ന് അവരെ ഈ നിമിഷം പ്രാർത്ഥിക്കുക. നമുക്ക് അവരുടെ പാദങ്ങൾ കഴുകി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. താലത്തിൽ വെള്ളമെടുത്തു വെൺകച്ചയുമരയിൽ ചുറ്റി മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. പാദങ്ങൾ കഴുകി. താലത്തിൽ വെള്ളമെടുത്തു വെൺകച്ചയുമരയിൽ ചുറ്റി മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. പാദങ്ങൾ കഴുകി. വിനയത്തിൻ മാതൃക നൽകാൻ സ്നേഹത്തിൻ പൊൻകൊടി നാട്ടാൻ സകലേശൻ ദാസന്മാരുടെ പാദങ്ങൾ കഴുകി. പാദങ്ങൾ കഴുകി. താലത്തിൽ വെള്ളമെടുത്തു വെൺകച്ചയുമരയിൽ ചുറ്റി മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. പാദങ്ങൾ കഴുകി. സ്നേഹത്തിൻ ചിറകു വിരിഞ്ഞു രാജാളി തെളിഞ്ഞു പറഞ്ഞു, സ്നേഹിതരെ നിങ്ങൾക്കിന്നൊരു മാതൃക ഞാനീകി. മാതൃക ഞാനീകി. താലത്തിൽ വെള്ളമെടുത്തു വെൺകച്ചയുമരയിൽ ചുറ്റി മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. പാദങ്ങൾ കഴുകി. ഗുരുവെന്നു വിളിപ്പൂ നിങ്ങൾ, പരമാർത്ഥതയുണ്ടതിലെങ്കിൽ ഗുരു നൽകിയ പാഠം നിങ്ങൾ സാദരമോർത്തിടുവിൻ. സാദരമോർത്തിടുവിൻ.
പച്ചയുമരയിൽ ചുറ്റി മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടായ മിശിഹായെ, ഞങ്ങളുടെ മറ്റുള്ളവരുടെയും പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്നരുൾ ചെയ്ത കർത്താവേ, ഈ ബലിയിൽ പങ്കുചേർന്ന് നിന്റെ രക്ഷാകര സ്നേഹം നിരന്തരം അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി വിനയത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും മാതൃക നൽകിയ കർത്താവേ, ഞങ്ങളുടെ സഹോദരങ്ങളെ എളിമയോടെ ശുശ്രൂഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകുവിൻ. വിനയത്തിന്റെയും ശൂന്യവൽക്കരണത്തിന്റെയും ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്ന കൽപ്പന നൽകിയ കർത്താവേ, അന്യോന്യം സ്നേഹിച്ചുകൊണ്ട് നിന്റെ ശിഷ്യർക്ക് ഉചിതമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും മാർഗത്തിൽ ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ലയോ 14 പാപ്പായെയും ഞങ്ങളെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാറാഫിൽ മെത്രാപ്പൊലിത്തായെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലിത്തായെയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ പോളി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഒരു നിമിഷം കണ്ണുകളടയ്ക്കുക, പ്രാർത്ഥിക്കാം. ദൈവം തൻ്റെ ശരീരരക്തങ്ങൾ നമുക്ക് നൽകുന്ന നിമിഷം, അതിലൂടെ തൻ്റെ സ്നേഹം ഈ ലോകം മുഴുവനും പ്രകടിപ്പിക്കുന്ന ഏറ്റവും അനുഗ്രഹീതമായ നിമിഷം. ജീവിതത്തിലെ എല്ലാ നിയമങ്ങളെയും സമർപ്പിക്കാം, വേദനകളെയും സമർപ്പിക്കാം. അതുപോലെ ആരോടെങ്കിലുമൊക്കെ ക്ഷമിക്കാനുണ്ടെങ്കിൽ, പൊറുക്കാനുണ്ടെങ്കിൽ, അതുപോലെ വേദനയിലൂടെ കടന്നു പോകുന്ന ഏതൊക്കെ നിയമങ്ങളുണ്ടോ അതൊക്കെ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹം അങ്ങ് കാരുണ്യാതിരികത്താൽ തിരഞ്ഞെടുത്ത് അങ്ങയുടെ ജഗണമായ ജനം മുഴുവന്റെ കടങ്ങൾ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. സകലനാഥനായ ദൈവത്തിന്റെ കൃപാസനത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കാഴ്ചയേകാം കാസയിൽ പകർന്നിടാം പീലാസയിൽ. കാഴ്ചയേകാം കാസയിൽ പകർന്നിടാം പീലാസയിൽ. ഉള്ളവും എന്നുള്ളതും ദേഹവും എൻ ദേഹിയും സ്നേഹമോടേകാം നിന്നിൽ വീഞ്ഞിൽ ചേർന്നിടുമ്പോൾ നിന്നിൽ ഞാനൊന്നായി ലയിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. എല്ലാ വേദനകളെയും നിയോഗങ്ങളെയും ഈ ദിവ്യാനത്തിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവം സ്നേഹമാകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ദിവ്യകാരണത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവ്. കൂടെയാകാൻ, കൂടെ വസിക്കാൻ, ഇത്ര ചെറുതാകാൻ തമ്പുരാന് മാത്രമേ സാധിക്കൂ. സ്നേഹിച്ച് തോറ്റു എന്ന് പറയുന്നവരെ നമ്മളൊക്കെ നമ്മുടെ ജീവിതം മുഴുവനായി ദൈവത്തിൽ ഈ നിമിഷം കൊടുക്കാം. ആരോടെങ്കിലൊക്കെ ഇനിയും പൊറുക്കാൻ, വെറുക്കാൻ, വെറുപ്പ് മാറ്റാനുണ്ടെങ്കിൽ ഈ നിമിഷം മനസ്സൊരുക്കി പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിലൂടെ നമുക്കത് സാധിക്കും. എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കാം. നാഥ അനുഗ്രഹിക്കണേ, ആശീർവദിക്കണേ.
താതനും അതുപോലാൽമജനും ദിവ്യറൂഹാക്കിം സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമൂർത്തിയിട പാവനമീ ബലിയിൽ. ആദിയിലെ പോലെന്നേക്കും ആമേൻ ആമേൻ. സുതനുടെ പ്രേക്ഷിതരെ ഏകജ സ്നേഹിതരെ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്തിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമാ ത്രിത്വത്തെ മോദാൻ നിത്യം വാഴ്ത്തിടാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നമ്മുടെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കാം. സർവശക്തന്റെ പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പ്രതിയാകുക. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ട നിറവേറ്റാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങളാകുന്ന രഹസ്യങ്ങളുടെ സൂക്ഷകരാകുക. എളിയവരും ഭവ്യങ്ങളുമാരുതരും ഞങ്ങൾ അങ്ങേ കാരുണ്യാതിരകതാലുകരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പ്രിയർമം ചെയ്യുക ഞങ്ങളെ ശുദ്ധരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവേൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി
നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം ഇസ്ഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യം. രാജാവേ നിൻ സന്നിധിയിൽ അഖില ജരാജര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാം, ന്യായവുമാണത് യുക്തവുമാം, ന്യായവുമാണത് യുക്തവുമാം, ന്യായവുമാണത് യുക്തവുമാം. സമാധാനം നമ്മോടുകൂടെ. ഇരുകരങ്ങൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കാൻ നമുക്ക് എല്ലാവർക്കും ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും അഹങ്കാരത്തിലും പിടിവാശികളിൽ നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിൽ മറ്റെല്ലാവരും സ്നേഹവും ഐക്യവും ഞങ്ങളുളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുക്കർമ്മം പ്രത്യാശാപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പരിശുദ്ധരും രൂപികളുമായ കൃപന്മാരുടെയും സ്നാഫന്മാരുടെയും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിലെ വിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. സ്വർഗീയ സിംഹാസനത്തിൽ വാഴും കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗീയ സിംഹാസനത്തിൽ വാഴും കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ. അത്യുന്നതനാം സ്വർഗീയ രാജ്യം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അത്യുന്നതനാം സ്വർഗീയ രാജ്യം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. കർത്താവായ ദൈവമേ, സ്വർഗ്ഗനങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രനോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസരുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കരങ്ങൾക്കൊപ്പം കണ്ണുകളടയ്ക്കാം. ഏറ്റവും ഭക്തിപൂർവ്വം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. തൻ്റെ ശരീരരക്തങ്ങൾ നമുക്ക് നൽകുന്ന സമയം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടൊരൽ ചെയ്തു. ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവീൻ.
അപ്രകാരം തന്നെ കസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനാ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവീൻ. ഞാൻ ഈ നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്ക് ചെയ്യുവീൻ. ആരാധന അങ്ങേക്കാരാധന, യേശുവേ അങ്ങേക്കാരാധന. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ, സമാധാനം നമ്മോടുകൂടെ. കരങ്ങൾ തുറന്നു പിടിക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയമാണ്. ലോകം മുഴുവന് വേണ്ടിയും നമ്മുടെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സുതനായ ദൈവമേ, സാർവത്രിക സഭയുടെ തലവന പിതാവുമായ ലയോ മർബാബയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവന പിതാവുമായ മറഫേൽ മുദ്രാബലിതാക്ക് വേണ്ടിയും അതിരുപതിഷായ മുദ്രാബലിതാക്ക് വേണ്ടിയും ഇരുപതിഷായ മർപ്പളി കണ്ണുകാടമതിരാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭാ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മനധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശതരും ദുഃഖിതരും ദരിദ്രരും പേടിതരും രോഗികളും അകലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടി അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപുറം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടി ഈ വിശുദ്ധ കുർബാനയിൽ ഭക്തിപുറം പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി ആരോരും പ്രാർത്ഥിക്കാത്ത വ്യക്തികൾ, തെരുവോരങ്ങളെയും ജയിലുകളിൽ കഴിയുന്നവർ, നാനാജാതി മതസ്ഥർ, മക്കളില്ലാത്ത ദമ്പതികൾ, വിവാഹം നടക്കാതെ വേദനിക്കുന്നവർ, നേരുന്ന കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തികമായി തകർന്നിരിക്കുന്നവർ, രോഗികളായ ആശുപത്രികളിൽ ഭവനങ്ങളിൽ കഴിയുന്നവർ, ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദമ്പതികൾക്ക് വേണ്ടി, ഇവിടുത്തെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയും എല്ലാ സമർപ്പിതർക്ക് വേണ്ടിയും എല്ലാ പുരോഹിതർക്ക് വേണ്ടിയും വേദനയിലൂടെ അസമാധാനത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ രാജ്യങ്ങൾക്കും കുടുംബങ്ങൾക്കും വേണ്ടി ഈ ബലിവേദിയിൽ ഓർക്കണം പ്രാർത്ഥിക്കണം പറഞ്ഞിരിക്കുന്ന എല്ലാവരുടെയും പ്രത്യേക നിയമങ്ങൾക്കും കണ്ണുനീരുകൾക്ക് വേണ്ടി എല്ലാ യുവജനങ്ങൾക്ക് വേണ്ടി അയോഗ്യനായ എനിക്ക് വേണ്ടി കുർബാന സ്വീകരിക്കണമേ. ഞങ്ങളെ പഠിപ്പിച്ചു നിർമ്മാണിപ്പിക്കുന്നു. ജീവിതകാലം ശാന്തിയും അറിയട്ടെ. വിശുദ്ധ മനത്തിന്റെ സംസ്കാരത്തിന്റെയും പരിശുദ്ധവും മഹനീയ പരിശുദ്ധിയൊക്കെ അനുഷ്ഠിക്കുകയും ശ്രദ്ധിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ ആവസിച്ച് നിന്നെ ആശ്രദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെയും മോചനത്തിന് മരിച്ചവരുടെ അർപ്പണമുള്ള വലിയ പ്രത്യാശയ്ക്ക് നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സുഖരായ ജീവിതനം കാരണമാകട്ടെ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. എല്ലാവർക്കും ചേർന്ന് പാടി പ്രാർത്ഥിക്കട്ടെ. ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഒരിക്കൽ കൂടി ചേർന്ന് പാടാം. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. സജീവവും പരിശുദ്ധവും ജീവിതായ മകളുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്തവിധ ഞങ്ങളോട് ഞങ്ങളുടെ കുടുംബത്തോടും പ്രാർത്ഥനാ നിയമങ്ങളോടും കരുണ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഇരുകരങ്ങൾ തുറന്നു പിടിക്കാം, ഇരുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പാപികളാകുന്നു, ഞങ്ങൾ പാപികളാകുന്നു, അയോഗ്യരാകുന്നു. അയോഗ്യരാകുന്നു. എങ്കിലും സുദീർഘവും പരിശുദ്ധവും എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവിശ്വമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതി. നാഥനായ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ അപ്പം സർവ്വതിലും നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിപാമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, തിരുവത്താഴ മേശയിലെ സമ്മാനമേ, തിരുവത്താഴ മേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. പ്രാർത്ഥിക്കാം. ദൈവം നമുക്കായി തൻ്റെ തിരുശ്രീ രക്തങ്ങൾ നൽകിയിരിക്കുന്ന സമയമാണ്. ഇത്രയധികം നമ്മളെ സ്നേഹിക്കുന്ന കർത്താവിനെ നമുക്ക് വാഴ്ത്തിപ്പാടാം. നമ്മുടെ എല്ലാ വേദനകളെയും സമർപ്പിക്കുകയും ചെയ്തു പോയിട്ടുള്ള പാപത്തിൻ്റെ കരകളെ ക്ഷമിക്കണമേ എന്ന് കർത്താവിനോട് യാചിക്കാം. കുടുംബത്തെ സമർപ്പിക്കാം, നിയോഗങ്ങളെ സമർപ്പിക്കാം, എല്ലാ പുരോഹിതരെയും സമർപ്പിക്കാം, ഇവിടെ കുറവുകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, എത്രയോ തവണ വിശുദ്ധ കുർബാന ഞങ്ങൾ മുടക്കിയിട്ടുണ്ട്, മാപ്പ് ചോദിക്കുക. ഇത്രയും പവിത്രമായ സ്നേഹത്തിൻ്റെ അടയാളം വേണ്ട എന്ന് വെച്ചിറങ്ങിപ്പോയിട്ടുണ്ട്, മാപ്പ് ചോദിക്കുന്ന ദൈവമേ, ഈ നിമിഷം ലോകം മുഴുവനെയും നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അസമാധാനത്തിലൂടെ വേദനയിലൂടെ കടന്നു പോകുന്നവർ, നിരാശയിലൂടെ കടന്നു പോകുന്നവർ, എല്ലാ സമർപ്പിതരെയും കുടുംബത്തിലെ നീറുന്ന പ്രശ്നങ്ങൾ, കടബാധ്യതകൾ, യുവജനങ്ങൾ, ദുശീലങ്ങൾ, ലോകത്ത് ജീവിക്കുന്നവർ, ദൈവമേ കാരുണ്യത്തിൻ്റെ കൂദാശയിൽ വരാത്തവർ, വിശ്വാസത്തിൽ അകന്നിരിക്കുന്നവർ, ഇന്ന് പോലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാതെ ജീവിക്കുന്നവർ, എല്ലാ മക്കളെയും സമർപ്പിക്കാം. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റാതെ വേദനിക്കുന്നവർ, കിടപ്പ് രോഗികളായിട്ടുള്ള മക്കൾ, അതുപോലെ ഈ ബലിവേദിയിൽ ഓർക്കണം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന കുറേയേറെ മക്കൾ, വേദനയോടെ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർ, കുടുംബത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി ഡൈവോഴ്സിൻ്റെ വക്കിൽ നിൽക്കുന്ന കുടുംബ ബന്ധങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുനീരോടെ നിമിഷം ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കുന്ന സമയമാണ്, വിശുദ്ധ കുർബാനയായിട്ട് എഴുന്നള്ളി വന്നിരിക്കുന്ന സമയമാണ്. നമ്മുടെ കൂടെ നമ്മുടെ വേദനകളെ, കണ്ണുനീരുകളെ തുടയ്ക്കാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്ന സമയമാണ്. ഈ സ്ഥാപനത്തിലെ എല്ലാ കുഞ്ഞുമക്കളെയും ഇവിടെ സഹായിക്കുന്ന എല്ലാ സിസ്റ്റേഴ്സിനെയും, ഇവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന നല്ല മനസ്സുള്ള വ്യക്തികളെയും, ദൈവമേ ഞങ്ങളുടെ ഇലക്ഷനെ ഒക്കെ പൂർണ്ണമായിട്ട് ഞങ്ങൾ ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവമേ, നിൻ്റെ അരികിൽ എല്ലാം ചേർത്ത് വയ്ക്കുന്നു. വിധവ ആ കൊച്ചു നാണയം ചേർത്ത് വെച്ചതുപോലെ ഞങ്ങളുടെ കുടുംബത്തെയും, ഞങ്ങളുടെ സ്വപ്നങ്ങളെയും, ഞങ്ങളുടെ ആഗ്രഹങ്ങളെയും, നിരാശകളെയും, വേദനകളെയും, പാപത്തെയും എല്ലാം ചേർത്ത് വയ്ക്കുന്നു. നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളെ, രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം.
അനുതാപത്തിൽ നിന്നുള്ളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരന്റെ തെറ്റുകൾ ക്ഷമിച്ചും കൊണ്ട് നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനം കാരണമാകട്ടെ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നപതരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണം. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം ഉപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധരായ നിങ്ങൾക്കുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും അനുതാപത്തോടെ നമുക്ക് സ്വീകരിക്കാം. മിശിഹായുടെ ശരീരവും രക്തവും കിടന്നവധി നിത്യജീവനും കാരണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. ഔർണനീയമായ ഈ ദാനത്തെ കുറിച്ച് കർത്താവേ, അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ധനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധന നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാ എന്നേക്കും ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പുറക്കിയ അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങൾ ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ദൈവപിതാവ് തൻ സൂനുവാ പാവനാത്മാവിൻ്റെ ദാനങ്ങൾ കാരുണ്യമർന്നേകി മാനവ കൈവരിക്കാൻ സുഖജീവിതം. അക്ഷയ ഭാഗ്യത്തിൽ ചേരുവാ ആത്മാവിൻ ശാന്തി തളിക്കുവാ നിത്യമനുകരനാഗത്തിൽ നിസ്തുല സൗഭാഗ്യം തന്നിധ. നവ്യമാം ജീവൻ പകർന്നിടും സന്ദേശമെന്നിന്നു മോത്തിട ദിവ്യ ശരീരവും രക്തവും
സ്വീകരിക്കുന്നവ ജീവിക്കും. കുരിശാലെ മുദ്രിതരാ നിങ്ങൾ സർവവിപത്തുമകന്നിനി സംരക്ഷ പുൽകുമാറാകട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നിൽ നിന്ന് ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.